തേർഡ് ഐ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ഇൻഡ്യൂഷൻ പവർ കിട്ടാൻ വേണ്ടി, നമ്മൾക്ക് തന്നെ നമ്മൾക്കൊരു പ്രത്യേക രീതിയിൽ അതീന്ദ്രിയമായ ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി പല ആളുകളും ഈ ഭാഗം കൊണ്ട് ഈ പവറില്ലാത്ത ആളുകളെ കൊണ്ട് നമ്മുടെ ഈ ഭാഗം തൊടിയിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയുക. സ്ത്രീകളായിട്ടുള്ള പെൺകുട്ടികൾ കൂടുതലും ഇവിടെ നമ്മൾ ഒട്ടിക്കാറുണ്ട്, സ്റ്റിക്കായിട്ടുള്ള ഒട്ടിക്കാറുണ്ട്. ശരിക്കും അവിടെ നമ്മുടെ ഈ സുഷ്മനയുടെ കേന്ദ്രം എന്ന് പറയുന്നത് സുഷ്മന നാഡി ഇതാണ്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അവരതങ്ങനെ കൂടുതൽ നമ്മൾ തൊടുന്ന സമയത്താണ് ഈ കൂടുതലും മറവികൾ, ഓർമ്മക്കുറവൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം അതാണ്. തലവേദനയൊക്കെ ചിലർക്ക് വിട്ടുമാറാത്ത തലവേദനയൊക്കെ ഉണ്ടാവാന്നതിൻ്റെ കാരണം അതാണ്. ഇയാളറിയാതെ അതൊരു ഇൻഡ്യൂഷനാണ്, ഒരു തോന്നിപ്പിക്കലാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. പക്ഷേ ഇത് ആധാരങ്ങൾ തന്നെയാണ്. ഇതിന് മുകളിലേക്കും ഉണ്ട് നിരാധാരം, ഗുരുമണ്ഡലം, പരവിന്ദു, പരനാഥം എന്ന് പറഞ്ഞിട്ട് വേറെയുണ്ട്. ഇദ്ദേഹം സാത്വിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് സഞ്ചിത കർമ്മമായിട്ട് വീണ്ടും ജന്മമെടുത്തൊരു വ്യക്തിയാണ്. എന്താണ് ഈ തേർഡ് ഐ ഓപ്പണിംഗ് എന്ന് പറയുന്നത്? അതുപോലെ എന്താണ് ചക്ര ആക്ടിവേറ്റ്? തേർഡ് ഐ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ഇൻഡ്യൂഷൻ പവർ കിട്ടാൻ വേണ്ടി, നമ്മൾക്ക് തന്നെ നമ്മൾക്കൊരു പ്രത്യേക രീതിയിൽ അതീന്ദ്രിയമായ ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി, അവബോധം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്, ഒരു ടെക്നിക്കാണത്. അത് നമ്മുടെ തേർഡ് ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭ്രൂമധ്യം എന്ന് പറയും, നമ്മുടെ പുരുഷമധ്യം ഈ ഭാഗത്തോട് അജചക്രത്തിൽ ഇരിക്കുന്നതാണ്. പീനിയൽ ഗ്ലാൻഡാണ്. പീനിയൽ പിറ്റ്യൂട്ടറിന്റെ തൊട്ട് മുകളിലായിട്ട്. അപ്പോൾ പീനിയൽ ഗ്ലാൻഡിന്റെ 3 ഇഞ്ച് ഡെപ്തിലാണ് ഈ പീനിയൽ ഗ്ലാൻഡ് ഇരിക്കുന്നത്. ഇത് ഒരു ഓപ്പണിംഗ്, ഇതൊരു ഗേറ്റ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിനകത്താണ് ഇരിക്കുന്നത്. അതിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതൊരു തേർഡ് ഐ നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ, നമ്മൾക്ക് അതിന് ഓപ്പൺ ചെയ്യുന്നതിന് അതൊരു ശരിക്കും ഒരു ഗുരു സാന്നിധ്യത്തിൽ വേണം അത് ചെയ്യാനായിട്ട്. വെറുതെ അവിടെ നോക്കിയിരുന്നു കൊണ്ടാവില്ല. പല ആളുകളും ഈ ഭാഗം കൊണ്ട് ഈ പവറില്ലാത്ത ആളുകളെ കൊണ്ട് നമ്മുടെ ഈ ഭാഗം തൊടിയിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയുക. ഇവിടെ തൊടാൻ പാടില്ല, അവിടെ തൊടാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെയല്ല, ഈ ഭാഗം അങ്ങനെ വേറെ ഒരാൾ തൊടാൻ പാടില്ല. പല ആളുകളും ഇപ്പം നമുക്ക് നിങ്ങൾ സ്ത്രീകളായിട്ടുള്ള പെൺകുട്ടികൾ കൂടുതലും ഇവിടെ നമ്മൾ ഒട്ടിക്കാറുണ്ട്, സ്റ്റിക്കായിട്ടുള്ള ഒട്ടിക്കാറുണ്ട്. ശരിക്കും അവിടെ നമ്മുടെ ഈ സുഷ്മനയുടെ കേന്ദ്രം എന്ന് പറയുന്നത് സുഷ്മന നാഡി ഇതാണ്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അവരതങ്ങനെ കൂടുതൽ നമ്മൾ തൊടുന്ന സമയത്താണ് ഈ കൂടുതലും മറവികൾ, ഓർമ്മക്കുറവൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഒരിക്കലും അവിടെ തൊടാൻ പാടില്ല. പെൺകുട്ടികൾ എപ്പോഴും കുറച്ച് മുകളിലായിട്ട് വേണം തൊടാനായിട്ട്. നമ്മുടെ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ തൊടാം. ഈ ഭാഗം അടഞ്ഞു പോകരുത്. തലവേദനയൊക്കെ ചിലർക്ക് വിട്ടുമാറാത്ത തലവേദനയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം അതാണ്. അതേസമയം അവിടെ ഭസ്മം, ചന്ദനം, അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഈ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പോയി ചന്ദനം താഴെയാണ് ഉണ്ടാവുക. അത് അവർ ഉപയോഗിക്കുന്നത് കുങ്കുമം പോലെയുള്ളതായിരിക്കും. അതിന് പ്രശ്നമില്ല. ഒട്ടിക്കുന്ന യാതൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല. അപ്പൊ അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന അതിന് ചില എക്സസൈസ് ഉണ്ട്, ചില നിബന്ധനകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് അതിലേക്ക് വരിക. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുക നമ്മുടെ തേർഡ് ഐ ഓപ്പൺ ആയി? തേർഡ് ഐ ഓപ്പൺ ആയത് മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് നമ്മളുടെ അനുഭവത്തിലുണ്ടാവുന്നതാണ്. ഇപ്പം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ, ഇപ്പം ഇതുവരെ ചെയ്യാത്ത ഒരാളാണെങ്കിൽ അവൻ സാധാരണ ഒരു മനുഷ്യനെ പോലെ പോവുകയുള്ളൂ. അവനൊരു യാത്ര ചെയ്യുന്നു, യാത്ര ചെയ്യാൻ തോന്നി, അവൻ പെട്ടെന്ന് യാത്ര പോകുന്നു, അവനൊന്നും അറിയില്ല. ഇത് പ്രാക്ടീസ് ചെയ്ത് അവനൊരു പവറായി തുടങ്ങിക്കഴിഞ്ഞാൽ അവനൊരു യാത്രയ്ക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണോ ഇന്ന് പോകണ്ട, പെട്ടെന്ന് യാത്രയായി. അയാൾ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കുകയാണ് ഇന്ന് പോകണ്ട. അയാൾ പോയില്ല. പക്ഷെ അയാൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ടി വിയിൽ വാർത്ത അല്ലെങ്കിൽ ആരെങ്കിലും സുഹൃത്തുക്കൾ പറയും, ആ വണ്ടി അവിടെ ആക്സിഡൻ്റ് ആയി, ഇന്ന ഭാഗത്ത് ഇന്ന ഫ്ലൈറ്റിന് ഇന്നത് സംഭവിച്ചു, ഇന്ന ട്രെയിന് അപകടം പറ്റി. ഇയാൾ പോകാനിരുന്നതാണ്. അപ്പം എന്താണോ അവിടെ ഇയാളറിയാതെ അതൊരു ഇൻഡ്യൂഷനാണ്, ഒരു തോന്നിപ്പിക്കലാണ്. നീ പോകണ്ട, അവരുടെ രക്ഷപ്പെടുത്തലാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ നീ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നുള്ളൊരു തോന്നലുകൾ ഉണ്ടാകുക. ഇതാണ് അവന്റെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്, വിജയത്തിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഇതെല്ലാം തേർഡ് ഐ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരെ അത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നമ്മുടെ കാര്യങ്ങളിൽ മാത്രമാണോ ഈ ഇൻഡ്യൂഷൻസ്? അല്ല, നമ്മളുടെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ കാര്യം സാധിച്ചെടുക്കാം. കാര്യം സാധിച്ചെടുക്കാൻ നല്ലതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റായിട്ടുള്ള വിനിയോഗിക്കുന്ന ആളുകളുണ്ട്, ഓവർ പവറായിട്ട് ഉള്ള ആളുകളെല്ലാം. കാരണം ഇപ്പം ചില സമയത്ത് എൻ്റെ ഈ തേർഡ് ഐയുടെ എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ ഒരു കാര്യം ആലോചിക്കുക. ഏത് സമയം ഇപ്പം നമ്മൾ ഒരു പാത്രം കഴുകി വൃത്തിയാക്കുന്ന പോലെയാണ്. നമ്മളൊരു കളവ് പിടിച്ച ഒരു പാത്രത്തെ നമ്മൾ
എപ്പോഴും അതിനെ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചില്ല എങ്കിൽ അത് ക്ലാവ് പിടിച്ചു പോകും. അപ്പൊ അതിനൊരു തിളക്കം ഉണ്ടാവില്ല. അപ്പൊ ഇടയ്ക്ക് നമ്മളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ഇത് കിട്ടുള്ളൂ. അതല്ലാതെ ഇത് ഒരു പ്രാവശ്യം ഓപ്പണായി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണും. ചില ആളുകൾ പറയും കളറുകൾ കണ്ടു, ആ കളർ കണ്ടു, ഈ കളർ കണ്ടു എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ ആ കളർ കണ്ടിട്ടെന്താ, നിങ്ങൾക്ക് എന്താ കാര്യം? പഠിക്കാവുന്നവരോട് ചോദിക്കുന്നത്, ആ കളർ ഞാൻ കണ്ടു, മഞ്ഞ കളർ കണ്ടു, നീല കളർ കണ്ടു, ചുവപ്പ് കണ്ടു, വയലറ്റ് കണ്ടു, എന്താ കാര്യം? ഒരു കാര്യമില്ല. അതുകൊണ്ട് കളറിലല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിനാണ് തേർഡ് ഐ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മളെ തന്നെ ഒരു ഒതുങ്ങിക്കൂടലിലേക്ക്, ഒരു പരുവപ്പെടുത്തലിലേക്ക് കൊണ്ടുവരും. ഏകാഗ്രത ഉണ്ടാവുക എന്നുള്ളതാണ് അതിനകത്ത്. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകാഗ്രതയാണല്ലോ കിട്ടുന്നത്, കോൺസെൻട്രേഷൻ കൂടുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ എത്തിച്ചേർക്കുക എന്നത് മാത്രമാണ് തേർഡ് ഐ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചക്ര ആക്ടിവേഷൻ കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ചക്ര ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ചക്രകൾസ് എന്ന് പറഞ്ഞാൽ പല സംഗതികളിലും നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ചക്രകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ 7 ചക്രാസ് നമ്മുടെ എല്ലാവർക്കും അറിയാം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. പക്ഷെ ഇത് ആധാരങ്ങൾ തന്നെയാണ്. ഇതിന് മുകളിലേക്കും ഉണ്ട് നിരാധാരം, ഗുരുമണ്ഡലം, പരബിന്ദു, പരനാഥം എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട്. അതിലേക്കും അത് പോകുന്നുണ്ട്. അപ്പൊ ഈ ചക്രകൾ നമ്മൾ ആക്റ്റീവായിട്ട് ഇരുന്നാൽ മാത്രമാണ് നമ്മളുടെ ചക്ര എന്ന് പറഞ്ഞാൽ ഊർജ തല കേന്ദ്രം എന്ന് പറയും. അതായത് നമ്മുടെ ഗ്ലാൻസുകളാണ്. അപ്പൊ അതിന് ആക്റ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം 6 ചക്രകൾ, 6 ചക്ര എന്ന് പറഞ്ഞാൽ നമ്മൾ യജ്ഞ പറയും ഇത് ദിവൈൻ ഒരു എനർജിയുടെ മണ്ഡലമാണ്. അപ്പൊ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് വേറൊരു സിസ്റ്റത്തിലൂടെയാണ്. ഇതിനെ മാത്രമേ നമ്മൾ ഈ ദളം വെച്ചിട്ട് വിഷ്വലൈസ് ചെയ്യുന്നത്. ബാക്കി ദളങ്ങളല്ല വരുന്നത്. ഈ സഹസ്രാരം പോലും വരുന്നത് 1008 സഹസ്രാരം എന്ന് പറയുമ്പോൾ 1000 എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ 1008 ദളമാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. വിഷ്വലൈസ് ചെയ്തിട്ട് അതിനൊരു ടെക്നിക്കുണ്ട്, ഒരു തിയറി ഉണ്ട്, ഇതൊരു സയൻസ് ആണ്. ഇപ്പൊ ഈ ചക്രാസ് ആണെങ്കിലും മൂലാധാരത്തിനൊരു ദളമുണ്ട്, അതിനൊരു കളറുണ്ട്, അതിനൊരു ബീജമന്ത്രമുണ്ട്. അതുപോലെ ഓരോ ചക്രകൾക്കുണ്ട്. ഇതിനെ വെച്ചിട്ട് നമ്മൾ ആക്ട് ചെയ്ത് സുഷുമ്നാ നാഡിയിലൂടെ നമ്മൾ ഈ നമ്മുടെ മൂലാധാരം ബാക്കിലൂടെ നോട്ടറിയിലൂടെ ഉള്ളിലൂടെ കടത്തി നമ്മൾ മുക്കിൻ തുമ്പിലൂടെ വിടണം, ആ മന്ത്രം ജപിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. അതിന് ഇരിക്കേണ്ട പൊസിഷനുണ്ട്, ആ മുദ്രകളുണ്ട്. ആ മുദ്രകൾ പിടിച്ചതിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആണ് ഇത് അതിൻ്റെ ബാലൻസ്ഡ് ആയിട്ട് വരണം. വെറുതെ ആക്ടിവേറ്റ് ചെയ്തിട്ടും കാര്യമില്ല, അതിൻ്റെ ഒരു ബാലൻസ് ചെയ്യണം. അപ്പോൾ ചക്ര ഹീലിങ്ങിലൂടെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ചില ആളുകൾ പറയും ചക്രൻ്റെ ചക്ര ബ്ലോക്കായിട്ട് നിൽക്കുന്ന. ഇപ്പോൾ ശില്പ നേരത്തെ പറഞ്ഞു, ഞാൻ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു സഹസ്രാര ചക്രയാണ് നമ്മൾ ഡൗൺ ആയിട്ട് എടുക്കുന്നത് എങ്കിൽ ആ സഹസ്രാര ചക്രത്തെ ഓപ്പൺ ആക്കുമ്പോൾ, അതിന് എനർജി കൊടുക്കുമ്പോൾ അതവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പം ആജ്ഞയാണെങ്കിൽ ആജ്ഞാചക്ര നമ്മൾ പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് എന്തടാന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണെന്ന് ചോദിക്കാനുള്ള പ്രതികരണശേഷി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇത് നമ്മുടെ ഈശ്വരീയമായ ജ്ഞാനത്തിൻ്റെ ഇതാണ്. ഇത് പ്രാപഞ്ചിക ശക്തിയുടെ ഊർജത്തിൻ്റെ കേന്ദ്രമാണ്. നമ്മുടെ ത്രോട്ട് വിശുദ്ധി, നമ്മുടെ സംസാരം, ഞാൻ പറഞ്ഞു സർഗാത്മകത, നമ്മൾക്ക് എഴുതാനും വായിക്കാനും പഠിക്കാനും ഡാൻസ് ചെയ്യാനും പടം വരയ്ക്കാനൊക്കെ ഉള്ള കഴിവെല്ലാം നമ്മുടെ ത്രോട്ടുമായിട്ട് നല്ല പ്രസംഗികനായിട്ട് ത്രോട്ട് ചക്ര. അപ്പം ഹാർട്ട് ലവ്, അങ്ങനെ ഓരോ ഇതിനും ഓരോ ചക്രകൾക്കും അതിൻ്റെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇത് ഡൗൺ ആവുമ്പോഴാണ് പല ആളുകൾ മോശമായിട്ട് പ്രവർത്തിക്കുക, മോശമായിട്ട് പെരുമാറുക, മടി. ഇപ്പോൾ റൂട്ട് ചക്ര അല്ലെങ്കിൽ ബേസിക് ചക്ര എന്ന് പറയുന്ന മൂലാധാര ചക്രയൊക്കെ അത് ഡൗൺ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവന് പ്രവർത്തനം, അവന് ജോലി ചെയ്യാൻ സാധിക്കില്ല, വെറുതെ ഒതുങ്ങി കൂടി കിടക്കാനേ തോന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്ന സിസ്റ്റം 2 തരത്തിൽ. ഒന്ന് ഹീലിംഗ് സിസ്റ്റത്തിലൂടെ, ഒന്ന് സെൽഫായിട്ട് നിങ്ങളിത് പഠിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചക്രകളെ ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഈ മുകളിലെ ഈ ഞാൻ പറഞ്ഞ ആധാരങ്ങൾ എന്ന് പറഞ്ഞു, ഈ ആധാരത്തെ കൂടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ നല്ല ഒരു ക്ലാരിറ്റി ഉണ്ടാവും, നമ്മളുടെ ചിന്താശേഷി വർദ്ധിക്കും. ഇതെല്ലാം ഈ തേടയും ഇതിനകത്ത് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി തേടയും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിനെ ആക്ടിവേറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. ഇപ്പം ചക്ര ആക്ടിവേഷനിലൂടെ തന്നെ കുണ്ടലിനി റൈസിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഭാഗവും അതിനകത്ത് വരുന്നുണ്ട്. ഇത് എറൈസ് ആവും. ചില ആളുകളൊക്കെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അവർ വൈബ്രേഷൻ ആടാൻ തുടങ്ങും. ഓരോ ചക്രകളും ഇതിന് ഒരു കളറ്, ഒരു സ്മെല്ല്, അങ്ങനെ ഇതൊക്കെ കാണുന്നുണ്ട്. കളർ കാണണം, സ്മെല്ല് കാണണം, വെയിറ്റ് ലോസ് ആവണം, അതങ്ങനെ പലതും ഉണ്ട്. അത് പല സംഗതിയുണ്ട്. അതുമാതിരി ബോഡി ഹീറ്റ് ആവുക, അത് കൂളാവുക, ആ സിംറ്റംസ് എന്താണോ അവർക്ക് അത് വെച്ചിട്ടാണ് ഇത് ആക്റ്റീവായി എത്രമാത്രം എന്ന് അറിയാനും സാധിക്കുക, അല്ലാതെ അറിയാൻ സാധിക്കില്ല.
ഇപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള തേർഡ് ഐ ഓപ്പണിംഗ് അല്ലെങ്കിൽ റേക്ക് പഠിക്കുക അതല്ലെങ്കിൽ ചക്ര ആക്ടിവിറ്റി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പൊതുവെ സ്പിരിച്വൽ ആയിട്ടാണ് കാണുന്നത്. ഇത് സ്പിരിച്വൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് എന്താണ് നോൺ വെജ് കഴിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ നമ്മൾ ആചരിക്കേണ്ട കുറച്ചധികം ചര്യകളുണ്ട് എന്ന് പറയാറുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ നോൺ വെജ് കഴിക്കുന്നതും റേക്ക് പഠിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹീലിംഗ് പ്രോസസ്സുകളിലേക്ക് കടക്കുന്ന തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? റേക്കിയിലെ സിസ്റ്റം അനുസരിച്ച് റേക്കി ആണെങ്കിലും ഏതിപ്പോ ആത്മീയമായിട്ടുള്ള ഇതെല്ലാം ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പലതും പറയാറ്. പക്ഷെ ഞാൻ ആരോടും ഇങ്ങനെ നിഷ്കർഷിക്കാറില്ല. കാരണം ഇങ്ങനെ നമ്മൾ പുഷ് ചെയ്ത് പറയാറില്ല നിങ്ങൾ മത്സ്യമാംസാദികൾ കഴിക്കരുത്, ഇത് കഴിച്ചാൽ ഇങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇവിടെ പല ആത്മീയ ആചാര്യന്മാരും പോലും പറയുന്ന ഒരു സംഗതിയുണ്ട്, നിങ്ങൾ അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്. താമസമായ ഭക്ഷണം ആയതുകൊണ്ടല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞു. ഇത് നമ്മൾ എന്ന് പറഞ്ഞാല് ഇതിനകത്ത് വേറൊരു സംഗതി ഒന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ മത്സ്യം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാംസം കഴിക്കുന്ന ഒരാളെ അതിന്റെ കാർമിക്ക് വരുന്നു എന്ന് പറയാറുണ്ട്. അതായത് ആ മൃഗത്ത് കൊല്ലപ്പെടുമ്പോൾ ആ മൃഗം മരണപ്പെട്ടു, അപ്പൊ അതിനെ നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ ആ വേദനകൾ നമ്മളിലേക്ക് വരുന്നുണ്ടെന്ന്. പക്ഷെ ഇത് രണ്ട് തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, ധ്യാനം ചെയ്യാൻ ഇരിക്കുന്ന ഒരാൾ, പല ധ്യാനം ചെയ്യാൻ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ വരെ പറയുന്നത് നിങ്ങൾ വെജിറ്റേറിയൻ ആയിരിക്കണം എന്ന് പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ. അല്ലാതെ ഇരിക്കുന്ന ന്യൂ ജനറേഷനായിട്ടുള്ള ആത്മീയ ഗുരുക്കന്മാരും വന്നിട്ടുണ്ട്, ഇതിനകത്ത് തിരിച്ചു പറയുന്നവരുണ്ട്. ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളാണ്. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു റേക്കി എനർജി സ്വീകരിച്ചാലും നിങ്ങൾ ഒരു ആധ്യാത്മികമായിട്ടുള്ള വേറെ ഏതൊരു കാര്യം ചെയ്താലും നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും സുഖം തരുന്നത് എന്താണോ അത് നിങ്ങൾക്ക് പ്രശ്നമല്ല എങ്കിൽ നിങ്ങൾ മത്സ്യം കഴിച്ചാലും മാംസം കഴിച്ചാലും അവിടെ നിങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നിങ്ങളുടെ അസ്വാരസ്യങ്ങളില്ലാതെ നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നല്ല കെട്ടുറപ്പ്, നിങ്ങളുടെ മക്കളുമായിട്ട് നല്ല രീതിയിലാണ്, നിങ്ങളുടെ അയൽവാസികളായിട്ട് നല്ല രീതിയിലാണ്, നിങ്ങളുടെ തൊഴിലിനെ ബാധിച്ചിട്ടില്ല, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് മോശം വന്നിട്ടില്ല, അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല എങ്കിൽ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കിക്കോളൂ. നിങ്ങളത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ എനർജി ലെവലിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനേ പറയുള്ളൂ. ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ കാര്യം എടുക്കാം. അപ്പൊ ഞാൻ അത്യാവശ്യം കഴിക്കുന്ന പക്ഷെ ഞാൻ തുടക്കത്തിൽ അത് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ ഇത് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ എന്തുകൊണ്ടാണ് അത് അറിഞ്ഞുപയോഗിക്കുന്നതല്ല ഇവിടെ വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ നോക്കിക്കാണുന്നത്, എനിക്ക് ഒരു പുസ്തക പരിചയമില്ല, ഞാൻ അധികം പുസ്തകങ്ങളൊന്നും വായിക്കാത്ത ആളാണ്, എനിക്ക് പബ്ലിക് നോളേജ് അല്ലാതെ ഞാൻ കൂടുതൽ ഇതിലേക്ക് പോകാറില്ല, ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പുറമേ നോക്കുമ്പോൾ കാണുന്ന എൻ്റെ കാഴ്ചകളിലൂടെ അല്ലെങ്കിൽ എൻ്റെ കേൾവിയിലൂടെ എൻ്റെ അനുഭവത്തിലൂടെ കണ്ടു മനസ്സിലാക്കുന്നതിനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ഞാനത് എന്നെ പറഞ്ഞ് പീഡിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഞാനൊരു ദിവസം ഞാൻ ഈ റേക്കി എനർജിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നോൺ വെജ് ആവരുത്, വെജിറ്റേറിയൻ ആയിരിക്കണം. അപ്പോൾ ആ എനർജി സ്വീകരിക്കുന്നു, ഞാൻ എനർജി സ്വീകരിച്ച് കൊടുക്കുന്നു, അവർക്ക് റിസൾട്ട്. ഞാൻ തിരിച്ച് ഈ മത്സ്യമാംസമൊക്കെ കഴിച്ചതിന് ശേഷം എനർജി സ്വീകരിച്ച് അവർക്ക് കൊടുക്കുന്നു. എനിക്കൊരു പ്രശ്നമില്ല, അവർക്കും പ്രശ്നമില്ല, അവിടെ വർക്ക് ചെയ്യുന്നു. അതെൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്, എൻ്റെ അനുഭവമാണ്, അല്ലേ? നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം നമ്മുടെ ജീൻ എന്താണോ, നമ്മുടെ അച്ഛനും അമ്മയും എന്താണോ കഴിച്ചിരുന്നത്, അവരുടെ സാന്നിധ്യം, അവരുടെ ടേസ്റ്റ് നമ്മളിൽ വരും, മക്കൾക്കുണ്ടാവും. അപ്പോൾ ഒരു 5 മക്കളുണ്ട്, ഒരു കുടുംബത്തിൽ 5 മക്കളുണ്ടെങ്കിൽ ഈ 5 മക്കളിൽ അച്ഛൻ മദ്യപിച്ചിരുന്നു, മത്സ്യമാംസ്യങ്ങൾ കഴിച്ചിരുന്നു, മറ്റുള്ള പ്രവൃത്തികെട്ട പരിപാടികളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ 4 പേരെയും ചിലപ്പോൾ സ്വാധീനിക്കും, ഒരാളെ സ്വാധീനിക്കുന്നുണ്ടാവില്ല. അയാൾ അവരിൽ നിന്ന് വ്യത്യസ്തനായി. ഒരു കുടുംബത്തിലെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് അവിടെ സംഭവിക്കുന്നു? അത് ഒരു പ്രത്യേക ജന്മമായിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ മകനായിട്ട് ജന്മം എടുത്തു എന്ന് വേണം പറയാൻ. അദ്ദേഹം സാത്വിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും നല്ല കാര്യങ്ങൾ ഇതുകൊണ്ട് സഞ്ചിത കർമ്മമായിട്ട് വീണ്ടും ജന്മമെടുത്തൊരു വ്യക്തിയാണ്. മനസ്സിലാവുന്നുണ്ട്? അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ചില നായ്ക്കളൊക്കെ പ്രസവിക്കുന്ന സമയത്ത് നായ്ക്കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ 5, 6 ഉണ്ടാവും. ചില ആളുകൾ റോഡ് സൈഡിലൊക്കെ കാണുമ്പോൾ വാഹനം നിർത്തിയിട്ട് അതിൽ ഒരെണ്ണത്തിന് എടുത്തുകൊണ്ട് പോകും. അതിനെടുത്തുകൊണ്ടായി അതിനെ വളർത്തും. ബാക്കി 4 ചിലപ്പോൾ കല്ലെറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ വണ്ടി കയറി ചത്തിട്ടുണ്ടാവും. എന്തായിരിക്കും അവിടെ കാരണം?